ഹായ് ഹലോ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ചാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ പല പല ഇമോഷനിലൂടെ ഓരോ ദിവസം കടന്നു പോകാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ഇമോഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അനുസരിച്ചാണ് നമ്മളുടെ ജീവിതത്തിലെ വിജയങ്ങൾ പലപ്പോഴും ഇരിക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ വിജയങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പേപ്പറുകളിലെ വിജയങ്ങൾ മാത്രമല്ല. നമ്മൾ ഒരു പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടി, അല്ലെങ്കിൽ എക്സാമുകൾക്കൊക്കെ ഹയർ സ്റ്റാൻഡേർഡ് മാർക്ക് കിട്ടി, ഇതിൽ മാത്രമല്ല നമ്മൾ എപ്രകാരമാണ് നമ്മുടെ ഇമോഷണലെ കൺട്രോൾ ചെയ്യുന്നത്, ആ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളതും അനുസരിച്ചായിരിക്കും നമ്മുടെ ഒരു സക്സസ് ഇരിക്കുന്നത്. അപ്പം അതിന് വേണ്ട ഒരു കുറച്ച് കാര്യങ്ങളാണ്, ഒരു 4 കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷൻ വരുമ്പോഴത്തേക്കും അതിനെക്കുറിച്ചുള്ള ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമുക്കിപ്പം ഇപ്പൊ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം കാണുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, അല്ലെങ്കിൽ അരിശം വരുന്നു, അല്ലെങ്കിൽ ഒത്തിരി എക്സൈറ്റ്മെന്റ് ആവുന്നു, സന്തോഷം ആവുന്നു, അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് നമുക്ക് എന്ത് ഇമോഷണലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു സെൽഫ് അവെയർനെസ്. ട്രൈ ടു നെയിം ഇറ്റ്. ഇപ്പൊ എനിക്ക് ഏത് ഇമോഷനിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്ന് നമുക്ക് നെയിം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം രണ്ടാമത്തെ കാര്യമാണ് സെൽഫ് റെഗുലേഷൻ. നമുക്ക് കിട്ടുന്ന ഇമോഷൻ, ചില സമയത്ത് നമ്മുടെ ഇമോഷൻസ് ഒത്തിരി ഹയർ ലെവലിലായിരിക്കും, അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ ഒത്തിരി ലോവറാണ്. ഹയർ ലെവലിൽ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ളതും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ളതുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ഹയർ ലെവൽ ഓഫ് ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഒത്തിരി എക്സൈറ്റ്മെന്റ് ആകുമ്പോൾ നമ്മൾ തുള്ളി ചാടുന്ന ഒരു അവസ്ഥയായിരിക്കും. നമ്മളൊരു ഓഫീസിലോ അല്ലെങ്കിൽ ഒത്തിരി ഒരു കൂട്ടത്തിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഒരു റിസൾട്ട് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തെ കുറിച്ചുള്ള ഒരു മെസ്സേജ് നമ്മൾ കിട്ടുന്നത്, നമ്മൾ എവിടെ പരിസരബോധം ഇല്ലാതെ നമ്മൾ പെരുമാറുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, അവരോട് പെട്ടെന്ന് ഒരു പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നമ്മുടെ മക്കൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും അവരോട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നത്, അതാണ് ഇമോഷണലി ഹൈ ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻ നമ്മുടെ ഉള്ളിൽ വരുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് ശാന്തമായ ഇമോഷൻ, ലോ സൈഡ് എന്ന് പറയേണ്ട ഒരു ഇമോഷൻസ് ആണ് പറയുന്നത്. നമുക്ക് ഒത്തിരി ശാന്തമായിട്ടിരിക്കുന്നത്, ഒന്നും ആരോടൊന്നും മിണ്ടാൻ തോന്നുന്നില്ല, ഒത്തിരി ഇമോഷണലി സോഷ്യലി വിത്ഡ്രോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ഇമോഷൻസ് വരുമ്പോഴത്തേനും അതിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. ആ ഒത്തിരി ഹയർ ഇതിലേക്ക് പോവാതെ അതിനെ ഒന്ന് നോർമലൈസ് ചെയ്ത്, ഒന്നും പറഞ്ഞോണ്ട് ഒത്തിരി സന്തോഷിക്കേണ്ട എന്നല്ല പറയണത്, നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് അതിനോട് നമ്മൾ ഒരു പ്രതിബന്ധം അല്ലെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സെൽഫ് ഇമോഷണൽ റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് നമുക്കൊരു സെൽഫ് അവയർനെസ് ഉണ്ടാവുക, എന്താണോ എനിക്ക് ഉണ്ടാകുന്ന ഇമോഷൻ എന്നുള്ളതിന്റെ സെൽഫ് അവയർനെസ്. രണ്ടാമത് ആ ഒരു ഇമോഷൻ അതിനെ